നമ്മുടെ രാജ്യത്ത് കള്ളപ്പണം തടയാനാണെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച നടപടി വിവരണാതീതമായ പ്രയാസമാണ് ജനങ്ങൾക്കാകെ സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്താരും കള്ളപ്പണം തടയുന്നതിനെതിരല്ല. ഞങ്ങളെല്ലാം കള്ളപ്പണം തടയുന്നതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. പക്ഷേ ഇത് കള്ളപ്പണം തടയാൻ ഉദ്ദേശിച്ച് സ്വീകരിച്ച നടപടിയല്ല എന്നാണ് ഇതിനകം തന്നെ വ്യക്തമായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനകത്തുള്ള കള്ളപ്പണ ലോബിക്ക് കള്ളപ്പണം സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് വന്നിടത്തോളം വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് സാധാരണക്കാരായവരാണ് അറിയാതിരുന്നത്. ഈ വിവരം നോട്ടുകൾ പിൻവലിക്കാൻ പോകുന്നുവെന്ന കാര്യം നേരത്തെ തന്നെ ചില കേന്ദ്രങ്ങൾക്കറിയാമായിരുന്നുവെന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി BJP നിക്ഷേപിച്ച തുകയുടെ കണക്കുകൾ തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ ചില മാധ്യമങ്ങൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കള്ളപ്പണം കയ്യിലുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഇതിന്റെ ഭാഗമായി സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, സാധാരണ ആളുകൾ നിത്യജീവിതത്തിൽ അല്പം മിച്ചം വെച്ച് പല കാര്യങ്ങൾക്കും ഒരുക്കി അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന സാധാരണക്കാരാണ് ഇതിന്റെ എല്ലാം ഭാഗമായി വലിയ പ്രയാസം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇപ്പൊ ഇത്രയും ദിവസങ്ങളായി എന്തെങ്കിലും ക്രമത്തിലാക്കാൻ കഴിഞ്ഞു? ഏതെങ്കിലും ഒരു സർക്കാർ ഇത്രയും നിസ്സംഗമായ മനോഭാവം സ്വീകരിക്കും? നമ്മുടെ രാജ്യത്തിലെ കറൻസി സർക്കുലേഷൻ എടുത്താൽ 1000-ന്റെയും 500-ന്റെയും പ്രാധാന്യം എന്താണെന്ന് സാധാരണഗതിക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പം അത് പിൻവലിക്കുമ്പോൾ സാധാരണഗതിയിൽ വിഷമമില്ലാതിരിക്കുന്നതിനുള്ള മറ്റ് സംവിധാനങ്ങൾ ഒരുക്കണ്ടേ? എന്തിനാണ് ഇങ്ങനെയൊരു പ്രയാസം കാണിച്ചത്? ഇങ്ങനെയൊരു അന്തരീക്ഷം സൃഷ്ടിച്ചത്? നാട്ടിലുള്ള ആളുകൾ എന്ത് തെറ്റ് ചെയ്തു? അവരുടെ കയ്യിലുള്ളതൊന്നും കള്ളപ്പണമല്ലല്ലോ. അവരധ്വാനിച്ച് അല്പം മിച്ചം വെച്ച പണം അത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ. രോഗികളായവർക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരും. ആശുപത്രിയിലുള്ള പ്രയാസം, ഏതെല്ലാം തരത്തിലുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനത്തിൽ നിന്ന് റിപ്പോർട്ട് വന്ന് കൊള്ളയടിച്ചു എന്നാണ്, റേഷൻ ഷാപ്പ് കൊള്ളയടിച്ചു എന്നാണ്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിക്ഷേപിക്കാൻ പോയി, നിക്ഷേപിക്കാൻ കഴിയാതിരുന്നു. ചില ചോദ്യങ്ങൾ വന്നു, അപ്പം തന്നെ ജീവൻ ഒടുക്കി കളഞ്ഞില്ലേ? ഇതൊക്കെ ഇവിടെ തന്നെ സംഭവിച്ച കാര്യമല്ലേ? എന്തെല്ലാം ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്? ചികിത്സ ലഭിക്കാതെ, മരുന്ന് വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ. ഇത്തരത്തിലൊരു സംഭവങ്ങൾ, ഇങ്ങനെയെല്ലാമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു ദുരഭിമാന നില സ്വീകരിച്ചു പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഡിസംബർ 30 വരെ ഇതിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസംബർ 30 വരെ അവധി പ്രഖ്യാപിച്ചെങ്കിൽ ഡിസംബർ 30 വരെ ഈ നോട്ടുകൾ
സാധാരണഗതിയിൽ ക്രയവിക്രയം നടത്താനുള്ള അവകാശം കൊടുക്കണ്ടേ? എന്തിനാണ് മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത്? ബാങ്കുകളിൽ എന്തെങ്കിലും മുൻകരുതലെടുത്തിട്ടുണ്ടോ? കേൾക്കുന്ന കാര്യം ചില കൈപ്പിഴകളെ റിസർവ് ബാങ്കിന് പറ്റിയെന്നാണ്. അതും ഇപ്പോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ത്രെഡില്ലാതെ നോട്ടടിച്ചുവെന്നും അത് വലിയ തുകയായിരുന്നുവെന്നും അതിന് മറ്റ് പരിഹാരങ്ങൾ ഉണ്ടായില്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെന്ന് ആരും വിശ്വസിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യമാണല്ലോ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു ഘട്ടം വന്നാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണ്ടേ? പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിപ്പോൾ ഇല്ല. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിലപാടെടുക്കാൻ തയ്യാറാവണ്ടേ? ഈ പ്രശ്നം വന്ന ഉടനെ തന്നെ പ്രധാനമന്ത്രിക്ക് സംസ്ഥാനത്തിന്റെ വികാരം കാണിച്ചുകൊണ്ട് കത്ത് ഞങ്ങൾ അയച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യത്തില്ല. വേണ്ടതെന്താ? ഡിസംബർ അവസാനം വരെ ഇതിന് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടുകൾ മാറാൻ സമയമുണ്ട്. എന്നാൽ അതുവരെ ആളുകളുടെ കയ്യിലുള്ള നോട്ടുകൾ വിഷമമില്ലാതെ മാറുന്നതിനുള്ള സാഹചര്യമൊരുക്കണം. പക്ഷെ അതിന് പകരം നോട്ട് വേണ്ടേ? അപ്പൊ ഈ നോട്ട് തന്നെ ഉപയോഗിക്കാനുള്ള സാവകാശം കൊടുക്കണം. ഇത് തന്നെ ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കണം.